വിടവാങ്ങിയ വിപ്ലവ നേതാവ് ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകത്തിന്റെ പ്രണാമം. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം ഇന്ന് ഫിദലിന്റെ സംസ്കാരം നടക്കും. ഫിദൽ തന്റെ വിപ്ലവ യാത്രയ്ക്ക് ആരംഭം കുറിച്ച സ്ഥലമായ സാന്റിയാഗോയിൽ വെച്ചാണ് ക്യൂബൻ ജനത വിപ്ലവ താരകത്തിന് വിട നൽകുന്നത്. ഹവാനയിലെ വിപ്ലവ ചത്തുരത്തിൽ ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുള്ള അനുസ്മരണ റാലിക്ക് തുടക്കമായത്. സ്വാതന്ത്ര്യത്തിന്റെ വാഹനം എന്ന് പേരിട്ട പ്രത്യേക വാഹനത്തിൽ 4 ദിവസം കൊണ്ട് 900 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഭൗതികാവശിഷ്ടം ഫിദൽ തന്റെ വിപ്ലവയാത്രയ്ക്ക് ആരംഭം കുറിച്ച സാന്റിയാഗോയിൽ എത്തിയത്. ക്യൂബൻ വിപ്ലവത്തിനും ഫിദൽ കാസ്ട്രോയ്ക്കും മരണമില്ലെന്ന് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയ ജനസഞ്ചയം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രത്തലവന്മാർ ഒന്നടങ്കം ഹവാനയിലേക്ക് പറഞ്ഞെത്തിയത് ഫിദലും ക്യൂബയും അവർക്ക് എത്രത്തോളം അനിവാര്യമാണെന്നതിന് തെളിവായി. എക്കാലവും ഫിദൽ പ്രചോദനവും സ്വാതന്ത്ര്യവും അഭയവുമായിരുന്ന ലോകരാഷ്ട്രങ്ങളും ഭരണാധികാരികളും ക്യൂബയുടെ വികാരത്തിൽ പങ്കുചേരാനെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ക്യൂബൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സാന്റിയാഗോയിലെ ഇഫിജനിയർ സെമിത്തേരിയിൽ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്യുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. 19-ാം നൂറ്റാണ്ടിലെ ക്യൂബൻ സ്വാതന്ത്ര്യ പോരാളിയായിരുന്ന ജോസ് മാർട്ടിയുടെ ചിതാഭസ്മവും ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM പ്രതിനിധിയായി MA ബേബി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്. ധനപ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തതുമൂലം ട്രഷറികളുടെ പ്രവർത്തനം ഇന്നലെയും താളം തെറ്റി. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും എത്തിക്കാൻ പതിവ് പോലെ റിസർവ് ബാങ്കിനായില്ല. 85 കോടി രൂപ ആവശ്യപ്പെട്ട് ഇന്നലെ ലഭിച്ചത് 66 കോടി രൂപ മാത്രമാണ്. ശമ്പളവും പെൻഷനുമായി 3-ാം ദിനം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് 85.74 കോടി, കിട്ടിയത് 66.19 കോടി. കാസർഗോഡ്, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ ചോദിച്ച മുഴുവൻ തുകയും കിട്ടിയപ്പോൾ മറ്റ് ജില്ലാ ട്രസ്റ്റുകൾ പണത്തിനായി നന്നേ ബുദ്ധിമുട്ടി. 9.52 കോടി ആവശ്യപ്പെട്ട മലപ്പുറം ജില്ലയ്ക്ക് 3.72 കോടി കിട്ടിയപ്പോൾ 10 കോടി ആവശ്യപ്പെട്ട തിരുവനന്തപുരം ജില്ലയ്ക്ക് മുഴുവൻ തുകയും ലഭിച്ചു. സംസ്ഥാനത്തെമ്പാടുമായി 29,139 പെൻഷൻകാരും 5,033 സർക്കാർ ജീവനക്കാരും ഇന്നലെ ട്രഷറികൾ വഴി പണം പിൻവലിച്ചു. നോട്ട് ക്ഷാമവും ധനപ്രതിസന്ധിയും ചില്ലറയുടെ അപര്യാപ്തതയും മറികടക്കാനായി റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നാമമാത്രമായ ഇടപെടലുകളാണ് ഇപ്പോഴുമുള്ളത്. ഇതേ സമീപനം വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. ആദ്യ 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് ശേഷം അവധി ദിവസമായി ഇന്ന് ട്രസ്റ്റുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ഇടപാടുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുടിവെള്ളം മുട്ടിക്കുന്ന പെപ്സി കമ്പനിക്കെതിരെ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് പാലക്കാട് പുതുശ്ശേരി നിവാസികൾ. കമ്പനി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 9-ന് പെപ്സിക്ക് മുന്നിൽ നടക്കുന്ന ജനകീയ പാർലമെന്റ് സ്ഥലം MLA കൂടിയായ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കിണറുകൾ പലതും വറ്റിയതോടെ പെപ്സിക്കെതിരെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. 2006 ബോറിട്ടതാണ്. പിന്നെ ഈ കഴിഞ്ഞ വർഷം വരയ്ക്കും ഒരുവിധം വെള്ളം അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 9 മാസമായി വെള്ളം തീരെ ഇല്ലാതെയായിട്ട്. കഞ്ചിക്കോട്ടെ പെപ്സി കമ്പനിക്ക് വെളിപ്പാടകലെ താമസിക്കുന്ന രാജൻ പറയുന്നത് 400 അടി താഴ്ചയിലുള്ള കുഴൽക്കിണറിന്റെ അവസ്ഥയാണ്. സാധാരണ കിണറുകളുടെ സാഹചര്യം പറയേണ്ടതില്ലല്ലോ. കമ്പനിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗം കിണറുകളും വറ്റി. ബാക്കിയുള്ളവ ഏത് സമയവും വറ്റുമെന്ന നിലയിലാണ്. വർഷങ്ങളായി ഇവിടുത്തെ താമസക്കാർക്ക് ഇത് പുതിയ അനുഭവം തന്നെ. മെയ് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോഴേ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം നല്ലപോലെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. ഇപ്രാവശ്യം തന്നെ ഇനി കുടിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടാവും. കഴിഞ്ഞ വർഷം മെയ് 1 വരയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു കിണറിൽ. ഇപ്പോൾ നവംബർ ആകുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ സ്ഥിതി തീരെ മോശമാണ്. ഇതിപ്പോൾ ഇനിയും 6-7 മാസം വേനലുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. ജീവൽ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ജലചൂഷണ വിരുദ്ധ സമിതിക്ക് നാട്ടുകാർ രൂപം നൽകിയത്. പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ഈ മാസം 9-ന് പെപ്സിക്ക് മുന്നിൽ ജനകീയ പാർലമെന്റ് സംഘടിപ്പിക്കും. കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ച് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നൽകിയ നോട്ടീസിനോട് പ്രതികരിക്കാൻ പോലും പെപ്സി അധികൃതർ തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചിൻ മുസിറസ് ബിനാലെയുടെ 3-ാം പതിപ്പിന് ഡിസംബർ 12-ന് തുടക്കമാകും. 12-ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിൽ 12 വേദികളിലായി നടക്കുന്ന ബിനാലെയിൽ 31 രാജ്യങ്ങളിൽ നിന്നായി 97 കലാകാരന്മാരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനം നടക്കും.
കലാകേരളം കാത്തിരിക്കുന്ന കലാപ്രദർശനങ്ങളുടെ ഉത്സവത്തിന് 8 നാൾ കൂടി. 2010 ആരംഭിച്ച ബിനാലെ ഫൗണ്ടേഷൻ കൊച്ചി മുസിരിസ് ബിനാലെയുടെ ആദ്യ പ്രദർശനം നടത്തിയത് 12/12/2012. 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പ്രദർശനത്തിന്റെ 3ാം പതിപ്പിനാണ് ഡിസംബർ 12-ന് തുടക്കമാകുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഫോർട്ട് കൊച്ചി ആസ്പിൻവാൾ ഹൌസിൽ ബിനാലെയുടെ 3ാം പതിപ്പിന് പതാക ഉയരും. പരേഡ് ഗ്രൗണ്ടിൽ വൈകുന്നേരം 5:15-ന് വാദ്യകുലപതി പെരുവനം കുട്ടന്മാരാരുടെ മേളം. തുടർന്ന് 6 മണിക്ക് ബിനാലെയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 5 ലക്ഷം കാണികളാണ് ബിനാലെ 2ാം പതിപ്പിന് സാക്ഷികളാകാനെത്തിയതെങ്കിൽ ഇത്തവണ കൂടുതൽ പേർ എത്തുമെന്നാണ് സംഘാടകരുടെ വിശ്വാസം. 12 വേദികളിലായി 31 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 97 കലാകാരന്മാർ കലാസൃഷ്ടികളുമായി എത്തും. ഇവർക്ക് പുറമെ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരും എത്തും. ബിനാലെ 3ാം പതിപ്പിന്റെ വിശദീകരണ യോഗം കൊച്ചിയിൽ നടന്നു. കലാവിദ്യാഭ്യാസത്തിന് അടിമുടി മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ബിനാലെയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണീയതയെന്ന് ബിനാലെ ഫൗണ്ടേഷൻ സെക്രട്ടറി റിയാസ് കോമു പറഞ്ഞു. At one level, we are, inviting established artists to curate project. At the same time, we are taking young curators who are interested in coming into the area of curation. So there is this two ways of filling the gap happening in that curatorial premise. ചരിത്രത്തെയും സംസ്കാരത്തെയും സമകാലീനതയെയും ഇടകലർത്തി പരിചയപ്പെടുത്തുന്ന വിവിധ സെഷനുകൾ, സൃഷ്ടികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ബിനാലെ 3ാം പതിപ്പിന് ഉൾക്കാഴ്ചകൾ ഉരുവാകുന്നിടം എന്നാണ് വിളിപ്പേര്. 3ാം പതിപ്പിന്റെ ക്യൂറേറ്റർ സുദർശൻ ഷെട്ടി, ബിനാലയിലെ ആദ്യ വിദേശാതിഥിയായി എത്തിയ കലാകാരൻ റൗൾ സുറിത്ത എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. KL മോഹനവർമ്മ, ഹൈബി ഈഡൻ, ഡൊമിനിക് പ്രസന്റേഷൻ, ബോണി തോമസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കാഴ്ചകൾക്കപ്പുറം ഉൾക്കാഴ്ചകൾക്ക് നിറവും നിനവും നൽകുന്ന കൊച്ചി മുസിരിസ് ബിനാലെ 3ാം പതിപ്പ് 2017 മാർച്ച് മാസം 29-ാം തീയതി വരെ കലാകേരളത്തിന് മുന്നിലുണ്ടാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കുളത്തൂരിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ കളക്ടറുടെ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധികൃതരുടെ സ്ഥിരീകരണം. ശബരിഭദ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപം ദേവസ്വം ബോർഡ് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തിന് കളക്ടറുടെ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്ന ബോർഡ് അധികൃതരുടെ മറുപടി പീപ്പിളിന് ലഭിച്ചു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് സ്ഥിരീകരിക്കുന്നതാണ് ഇക്കാര്യം. ചില കോൺഗ്രസ് നേതാക്കളുടെ താൽപര്യവും വൈക്കത്തെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെയും തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടിയന്തര പ്രാധാന്യത്തോടെ 1.82 കോടിയിലേറെ രൂപ മുടക്കി ഏറെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ ഉപയോഗശൂന്യമായ സ്ഥലം വാങ്ങിയത്. UDF സർക്കാരിലെ ഒരു മുൻ മന്ത്രിക്കും ഇതുമായി ബന്ധമുള്ളതായും ആക്ഷേപമുയർന്നു. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായും പുറത്തു വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജിന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ബോർഡ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കളക്ടർ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നിരിക്കെ വാങ്ങുന്ന സ്ഥലത്തിന്റെ വിപണി വില നിർണ്ണയിക്കാൻ മല്ലപ്പള്ളി തഹസിൽദാർക്ക് കത്ത് നൽകിയതും അസിസ്റ്റന്റ് കമ്മീഷണറാണ്. തഹസിൽദാർ അറിയിച്ചതനുസരിച്ച് സെന്റിന് 75,000 രൂപ തോതിൽ വില നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ വീണ്ടും റിപ്പോർട്ട് നൽകി. വിൽപ്പനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറാണ് 1,12,00,000 രൂപയുടെ ചെക്ക് നൽകിയത്. സ്ഥലമെടുപ്പ് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രത്യേക താൽപര്യമെടുത്തതായി ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. കോളേജിന് സൗജന്യമായി ലഭിച്ച സ്ഥലം സംബന്ധിച്ചും അവ്യക്തത നിലനിൽക്കുന്നു. നേരത്തെ 1 ഏക്കർ 67 സെന്റിൽ വീടും പുരയിടവും അടങ്ങുന്ന 25 സെന്റ് ഒഴിവാക്കി ബാക്കി സ്ഥലം ഒരു കുടുംബം സൗജന്യമായി നൽകുമെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതനുസരിച്ച് കോളേജിന് 1.42 ഏക്കർ സ്ഥലം ലഭിക്കണം. എന്നാൽ ബോർഡ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് 1.10 ഏക്കർ സ്ഥലമാണ് ലഭിച്ചത്. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നത് ദേവസ്വം വിജിലൻസ് ഗൗരവമായാണ് കാണുന്നതും. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമെന്നും സൂചനയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാതിരിക്കുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കോടികൾ ചെലവഴിച്ച് കോളേജിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലുള്ള അഴിമതി എന്തായാലും തുറന്നു കാട്ടുക തന്നെ വേണം. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ദൂരദേശങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആശങ്കയിൽ. വൻതുകകൾ നിക്ഷേപിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ക്രമീകരണത്തിന്റെ മറപറ്റി ചെറിയ തുകയുടെ ഇടപാടുകൾ നടത്താൻ പോലും ബാങ്ക് അധികാരികൾ മടി കാണിക്കുകയാണ്. ഇടപാടുകൾ നടത്തിക്കൊടുത്താൽ ഇടപാടുകാരോടൊപ്പം ബാങ്ക് അധികാരികളും കേസിൽ പെടുമെന്ന ഭയമാണ് ഇതിന് കാരണം. പോണ്ടിച്ചേരിയിലെ പ്രശസ്തമായ ജിപ്മർ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായ മകന് അത്യാവശ്യമായി 5,000 രൂപ വേണം. SBIയുടെ കരമന ബ്രാഞ്ചിൽ ഇടപാടുകാരനായ മകൻ വിവേക് ശങ്കറിന്റെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ നിക്ഷേപിക്കാനെത്തിയതാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ ഗിരീഷ്. എന്നാൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണമിടാൻ കഴിയില്ലെന്ന് റിസർവ് ബാങ്കിന്റെ പുതിയ നയം ചൂണ്ടിക്കാട്ടി ബാങ്ക് അധികാരികൾ ഡോക്ടർ ഗിരീഷിന്റെ അപേക്ഷ നിരസിച്ചു. 2000-ന്റെയും 500-ന്റെയും 2 പുതിയ നോട്ടുകളാണ് കൈവശമുള്ളതെന്ന വിശദീകരണം ചെവിക്കൊള്ളാതെയാണ് ഏകപക്ഷീയമായി ബാങ്ക് അധികാരികൾ ഡോക്ടർ ഗിരീഷിന്റെ അപേക്ഷ നിരസിച്ചത്.
മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ചെറിയ തുകയുടെ നിക്ഷേപം പോലും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം മൂലം നടത്താൻ കഴിയുന്നില്ല എന്ന് ജനങ്ങളിൽ നിന്നും പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ കൂടിയായ ഗിരീഷ് പരാതിയുമായി രംഗത്തെത്തിയതെന്നത് ശ്രദ്ധേയമായി. പുതിയ നോട്ട് തന്നെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടെന്നല്ല RBI ഓഫീസേഴ്സ് പറഞ്ഞല്ലോ. അത് സാറിന് കിട്ടിയ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയി, ഒഫീഷ്യലി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അത് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മാനേജറോട് സംസാരിക്കാം. അപ്പോൾ ശരി മാനേജർ സംസാരിക്കാം. മാനേജർ പറഞ്ഞു ഒരിക്കലും ഇത് പറ്റില്ല, പരസ്യമാക്കാൻ നമുക്ക് പ്രശ്നമല്ല, പറ്റില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബാങ്കിലെ നമ്മളായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വളരെ രൂക്ഷമായി പരിഹാസമായിട്ട് പറഞ്ഞിരിക്കുന്ന സംവിധാനമാണ്. മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പരിധിയിലധികം തുക മൂന്നാമതൊരാൾ നിക്ഷേപിച്ചാൽ ബാങ്ക് മാനേജർ കൂടി പ്രതിസ്ഥാനത്തെത്തുമെന്നതാണ് പുതിയ നിയമത്തിന്റെ കുഴപ്പം. ഭാവിയിലെ പൊല്ലാപ്പ് പേടിച്ച് മിക്ക ബാങ്ക് അധികാരികളും ചെറിയ തുകകളുടെ ഇടപാട് നടത്താൻ പോലും വിമുഖത കാണിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ദൂരദേശങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയാണ്. ഇന്നലെ നടന്ന സംഭവത്തെപ്പറ്റി റീജിയണൽ മാനേജറിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടുമെന്ന് SBIയുടെ ഉന്നത വൃത്തങ്ങൾ പീപ്പിളിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കായികോത്സവം 2ാം ദിനം. അറുപതാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിലെ വേഗതയുടെ താരങ്ങളെ ഇന്നറിയാം. 2ാം ദിനമായ ഇന്ന് 100 മീറ്ററിലടക്കം 23 ഫൈനലുകളാണ് നടക്കുക. അതേസമയം ആദ്യ ദിനത്തിൽ എറണാകുളം ജില്ലയ്ക്കാണ് മുൻതൂക്കം. മനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്നും. മനു, കായികോത്സവത്തിന്റെ 2ാം ദിന ആവേശകരമായ മത്സരങ്ങൾ തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ഇന്നും പാലക്കാടും എറണാകുളവും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് തന്നെയാകുമോ വേദിയാവുക? തീർച്ചയായിട്ടും അഞ്ജു, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇന്നും എറണാകുളത്തിൻ്റെയും പാലക്കാടിൻ്റെയും ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെയും ഒരു പോരാട്ടം തന്നെ ആയിരിക്കും നടക്കുക എന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പോൾ ഇന്ന് 2ാം ദിനത്തിലെ ആദ്യ സ്വർണം വന്നിരിക്കുന്നു. ആൺകുട്ടികളുടെ 1000 മീറ്റർ നടത്തത്തിൽ പാലക്കാടിനാണ് സ്വർണം. കല്ലടി സ്കൂളിലെ അശ്വിനാണ് സ്വർണം നേടിയിരിക്കുന്നത്. ഇപ്പോൾ അശ്വിൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മത്സരത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആദ്യം നമുക്ക് അശ്വിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയ ശേഷം ഇന്നത്തെ മറ്റ് മത്സര ഇനങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് അശ്വിനോട് ചോദിക്കാം. അശ്വിൻ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? കോമ്പറ്റീഷൻ ആയിരുന്നു, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഒരു സമയം ഒക്കെ കുറിച്ചിട്ടൊരു സമയം അറിയില്ല, ചോദിക്കണം. എങ്കിലൊരു നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഒരു ഇന്നിപ്പം പാലക്കാട് വീണ്ടും സ്വർണ്ണം നേടി വന്നിരിക്കുന്നു. ഇന്നലെ എറണാകുളത്തിൻ്റെ ഒരു മുന്നേറ്റം ആദ്യം നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ആ രീതിയിലേക്ക് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഒരു മത്സരത്തിനെ കുറിച്ച് മൊത്തമായിട്ട് പറഞ്ഞ ഒരു നിലവാരം പുലർത്തിയ മത്സരം തന്നെയായിരുന്നു. കാരണം നല്ല ട്രാക്കാണ്. അതെ. അഞ്ജു, അശ്വിനാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു നിലവാരം പുലർത്തിയ മത്സരം തന്നെ ആയിരുന്നു. മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത്. ആ കുട്ടി വളരെ ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു സാഹചര്യം മുന്നിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അശ്വിനിൽ നിന്നും മാറിയെത്തിയത്. ഇനിയിപ്പോൾ ഇവിടെ പെൺകുട്ടികളുടെ 5000 മീറ്റർ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമൊന്നും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും 100 മീറ്റർ മത്സരത്തിന് വേണ്ടി തന്നെയായിരിക്കും. ഏതൊരു മേളയുടെയും ഏറ്റവും ഗ്ലാമറിനമായ 100 മീറ്ററിന് വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:30 മുതലാണ് 100 മീറ്ററിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. മറ്റൊന്ന് 400 മീറ്റർ ഹഡിൽസിൻ്റെ മത്സരവും ഇന്ന് വളരെയധികം ആവേശത്തോടെ ഗാലറിയും ഒപ്പം തന്നെ കായിക പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. ഇന്ന് മൊത്തത്തിൽ 21 ഫൈനലുകളാണ് നടക്കുക. ജമ്പിംഗ് പിറ്റിലൊക്കെ ഇന്ന് നിരവധി ഫൈനൽ മത്സരങ്ങളുണ്ട്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഒപ്പം തന്നെ ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്, പോൾ വാൾട്ട് അടക്കമുള്ള നിരവധി ഫൈനലുകൾ. അങ്ങനെ മൊത്തം 21 ഫൈനലുകൾ ഇന്ന് നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാടും എറണാകുളവും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആദ്യ സ്വർണം സ്വന്തമാക്കി പാലക്കാട് കുതിപ്പ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പാലക്കാടിന് 46 പോയിന്റ് ആയിരിക്കുന്നു. ഇന്നലെ 58 പോയിന്റുമായിട്ട് എറണാകുളം 1ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ പാലക്കാട് 2ാം സ്ഥാനത്തേക്ക് കുറച്ചുകൂടി അടുത്തിരിക്കുന്നു, 46 പോയിന്റ്. ഇനിയൊരു 100 മീറ്ററിൻ്റെ മത്സരങ്ങളൊക്കെ വരുമ്പോഴേക്കും, പ്രത്യേകിച്ചും മാത്രമല്ല ത്രോ ഇനങ്ങളിലെ മത്സരങ്ങൾ കൂടി വരുമ്പോഴേക്കും പോരാട്ടം കൂടുതൽ ടൈറ്റാകും, ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും എന്ന് തന്നെ കരുതാം. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 100 മീറ്ററിൻ്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ മീറ്റിൻ്റെ വേഗരാജാവിനെയും വേഗ റാണിയെയും കണ്ടറിയാനുള്ള ആ പോരാട്ടത്തിന് വേണ്ടി തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മൊത്തം 21 ഫൈനലുകൾ 60ാമത് സ്കൂൾ കായികോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് നടക്കും. അഞ്ജു, തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ താരരാജാവും താരറാണിയും ആരെന്നറിയാൻ തന്നെയാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം ഇന്നലെ തന്നെ
തന്നെ ആദ്യ ദിനം തന്നെ റെക്കോർഡുകൾ തന്നെ പിറന്നിരുന്നു. ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച റെക്കോർഡുകൾ തന്നെ പിറന്നിരുന്നു. അത്തരത്തിൽ റെക്കോർഡുകൾക്കുള്ള സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഒരു വിലയിരുത്തൽ കൂടി. തീർച്ചയായിട്ടും റെക്കോർഡുകൾക്കുള്ള സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കാരണം മികച്ച ഏറ്റവും പുതിയൊരു ട്രാക്ക് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് മികച്ച സമയങ്ങൾ പിറന്നാൽ അത്ഭുതപ്പെടാനില്ല. ഒരു പക്ഷേ ഹാർഡ് ഡീൽസിലൊക്കെ നമ്മൾ മികച്ചൊരു മീറ്റ് റെക്കോർഡെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ജമ്പിംഗ് പിറ്റുകളിൽ നിന്നും ഒന്നെങ്കിൽ പോൾ വാൾട്ട് അല്ലെങ്കിൽ ഹൈ ജമ്പ് പോലുള്ള ജമ്പിംഗ് പിറ്റുകളിൽ നിന്നും നമ്മൾ ഇന്ന് മികച്ചൊരു ചാട്ടം അല്ലെങ്കിൽ ദൂരങ്ങളും വേഗങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നോക്കിയാൽ ഇന്നും ഒരു 3 റെക്കോർഡുകളെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വിലയിരുത്താം. പക്ഷേ അതൊക്കെ നമുക്ക് കളത്തിനകത്തെ പ്രകടനങ്ങളാണ്. എത്രമാത്രം പ്രവചനങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള മികച്ച പ്രകടനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഇന്നലെ PT ഉഷയൊക്കെ പറഞ്ഞതുപോലെ മത്സരങ്ങളും ട്രാക്കുകളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് മികച്ച പ്രകടനങ്ങളും റെക്കോർഡുകളും വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 3 റെക്കോർഡുകളാണ് ഇന്നലെ പിറന്നത്. അതിൽ ദേശീയ റെക്കോർഡിനെ വെല്ലുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ കാത്തിരിക്കുന്നു. ഏതായാലും ഒരു അവലോകനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ റെക്കോർഡുകൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മികച്ച പ്രകടനങ്ങളുമായി റെക്കോർഡുകൾ പിറന്നില്ലെങ്കിൽ പോലും മികച്ച പ്രകടനങ്ങളുമായി ഒരുപിടി താരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ ആ ഒരു പങ്കാളിത്തം തന്നെയായിരിക്കും ഈ മീറ്റിൻ്റെ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും പാലക്കാടും കോഴിക്കോടും എറണാകുളം തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോഴിക്കോട് നിലവിൽ അല്പം പുറകിലാണ്. പക്ഷേ ഈ 400 മീറ്റർ ഹർഡിൽസ് ഒക്കെ നടക്കാനുണ്ട്. അത്തരത്തിലുള്ള ഇനങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും അവർ കുറച്ചുകൂടി മുന്നോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് ഈ സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ ഒരു കുട്ടികളുടെ ഒരു പ്രകടനം വലിയ നിർണായകമായിരിക്കും. കാരണം 100 മീറ്ററിൻ്റെ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും എറണാകുളം ജില്ലയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുടെ കായിക പരിശീലകരൊക്കെ. അഞ്ജു, ശരി. കായികോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് 21 മത്സരങ്ങളാണ്, ഫൈനൽ മത്സരങ്ങളാണുള്ളത്. അതിൽ എവരും ഉറ്റുനോക്കുന്നത് 100 മീറ്റർ മത്സര ഇനം തന്നെയാണ്. 400 മീറ്ററിൽ ഉഷ സ്കൂളിന്റെ കരുത്തിൽ കോഴിക്കോടിന്റെ കുതിപ്പാണ് കണ്ടത്. 3 സ്വർണമാണ് 400 മീറ്ററിൽ കോഴിക്കോട് നേടിയത്. അപ്രതീക്ഷിത കുതിപ്പിലൂടെ പത്തനംതിട്ടയും ഇടുക്കിയും 400 മീറ്ററിൽ വെന്നിക്കൊടി പാറിച്ചു. ആദ്യ ദിനത്തിൽ ട്രാക്കിലെ ഗ്ലാമറിനുമായി കാത്തിരുന്ന 400 മീറ്റർ പോരാട്ടം സബ് ജൂനിയർ പെൺകുട്ടികളുടെ മത്സരത്തോടെയാണ് ആരംഭിച്ചത്. കാര്യമായ നിലവാരം പുലർത്താതിരുന്ന മത്സരത്തിൽ എൽഗ തോമസിന്റെ സുവർണ നേട്ടത്തോടെ കോഴിക്കോട് മെഡൽ പട്ടികയിൽ ഇടം നേടി. എറണാകുളത്തിന്റെ മരിയ ജോജോ വെള്ളിയും മലപ്പുറത്തിന്റെ ലിഗ്ന വെങ്കലവും നേടി. ആവേശകരമായ പോരാട്ടം കണ്ട സബ് ജൂനിയർ ആൺകുട്ടികളിൽ എറണാകുളത്തിന്റെ മണിപ്പൂരി താരം വാരിഷ് ഭോഗിയുമായി വലിയ വ്യത്യാസത്തിൽ സ്വർണമണിഞ്ഞപ്പോൾ പാലക്കാടിന്റെ അജയ് വിശ്വനാഥ് വെള്ളിയും തിരുവനന്തപുരത്തിന്റെ കണ്ണൻ വെങ്കലവും സ്വന്തമാക്കി. ജൂനിയർ ഗേൾസിലും കോഴിക്കോടിന് തന്നെയായിരുന്നു സ്വർണം. സൂര്യമോൾ സുവർണമണിഞ്ഞപ്പോൾ എറണാകുളത്തെ ഗൗരീനന്ദന വെള്ളിയും കോഴിക്കോടിന്റെ തന്നെ ആദിത്യ വെങ്കലവും അണിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട ജൂനിയർ ആൺകുട്ടികളിൽ പ്രതീക്ഷകൾ തെറ്റിച്ച് പത്തനംതിട്ടയുടെ അനന്തു വിജയൻ സ്വർണദൂരം ഓടിക്കയറി. എറണാകുളത്തിന്റെ അഭിഷേക് മാത്യുവിനായിരുന്നു വെള്ളി. തിരുവനന്തപുരത്തിന്റെ നന്ദു മോഹൻ വെങ്കലവും പിടിച്ചടക്കി. ഏറ്റവും ആവേശം നിറഞ്ഞ സീനിയർ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ പെരുമ കാത്ത അബിത മേരി മാനുവൽ സ്വർണത്തിന്റെ അവകാശിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എറണാകുളത്തിനായി ശാലിനി VK വെള്ളിയും പാലക്കാടിന്റെ അനില വേണു വെങ്കലത്തിലേക്കും ഓടിക്കയറി. ആൺകുട്ടികളിൽ സ്വർണം ഓടിയെടുത്ത് ഇടുക്കിയുടെ ആൽബിൻ ഞെട്ടിച്ചു. എറണാകുളത്തിന്റെ ശ്രീനാഥൻ K വെള്ളിയും സ്വന്തമാക്കി. ഉഷ സ്കൂളിന്റെ കരുത്തിൽ 3 സ്വർണവുമായി 400 മീറ്ററിൽ കോഴിക്കോടാണ് നേട്ടമുണ്ടാക്കിയത്. തേഞ്ഞിപ്പലത്ത് നിന്നും ക്യാമറാമാൻമാരായ ജിബേഷിനും ജയേഷ് വില്ലോടിക്കുമൊപ്പം മനു M. നായർ. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതിനാലും ശബരിമലയിലെ സുരക്ഷ ശക്തമാക്കി. പോലീസും വനംവകുപ്പും ബോംബ് സ്ക്വാഡും അടക്കം ശബരിമല വനത്തിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. CIG സ്പർജൻ കുമാർ IPS-നാണ് സുരക്ഷാ ചുമതല. ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിനാലും സുരക്ഷ ശക്തമാക്കാനാണ് തീരുമാനം. 2500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി നിയമിച്ചിരിക്കുന്നത്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് സന്നിധാനം, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. DIG G. സ്പർജൻ കുമാറാണ് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. വീക്കെൻഡ്സിൽ തിരക്ക് കൂടുതലുള്ള സമയത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബാക്കി പമ്പായാലും സന്നിധായാലും എസ്പ്രോസ് മറ്റു കാര്യങ്ങളെല്ലാം സുരക്ഷ ശക്തമായ സെക്യൂരിറ്റി അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസ്,
ഫോറസ്റ്റ്, ബോംബ് സ്ക്വാഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 5 ടീമായി വനത്തിനകത്തും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 360 കിലോ സ്ഫോടക വസ്തു കണ്ടെത്തിയിരുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം ശബരിമല ഉൾപ്പെടുന്ന വനപ്രദേശങ്ങളിലുമടക്കം പോലീസിന്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഏർപ്പാടാക്കാൻ തീരുമാനിച്ചത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.